നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സുഹൃത്തുക്കൾ, ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്തുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ സുഹൃത്തുക്കൾ പ്രതീക്ഷിക്കാം. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി 101 ഭരണഘടനാ ഭേദഗതി. GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമെന്റ്മെന്റ് എന്ന് ചോദിച്ചാൽ അത് 101 അമെന്റ്മെന്റ് ആണ്. പൗരത്വത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം പാർലമെന്റ് ആണ്. പഠിച്ചോളനെ, പൗരത്വത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് പാർലമെന്റ് ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മാപ്പ് നൽകുന്നതിന് പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 72 ആണ്. അനുച്ഛേദം 72 ആണ്. മാപ്പ് നൽകുന്നതിന് പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ചോദിച്ചാൽ 72 അനുച്ഛേദമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതി ചോദിച്ചു കഴിഞ്ഞാൽ അത് 1949 നവംബർ മാസം 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതി ചോദിച്ചു കഴിഞ്ഞാൽ അത് 1949 നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് മുതൽ ഏതുവരെയാണെന്ന് ചോദിച്ചാൽ അത് 12 മുതൽ 35 വരെയാണ്. പഠിച്ചോളനെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 12ാമത്തെ ആർട്ടിക്കിൾ മുതൽ 35ാമത്തെ ആർട്ടിക്കിൾ വരെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടന ഭേദഗതി അല്ലെങ്കിൽ അമെന്റ്മെന്റ് ചോദിച്ചാൽ അത് 101 അമെന്റ്മെന്റ് ആണ്. പൗരത്വത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം പാർലമെന്റ് ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മാപ്പ് നൽകുന്നതിന് പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 72 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതി ചോദിച്ചാൽ 1949 നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണെന്ന് ചോദിച്ചാൽ 12 മുതൽ 35 വരെയാണ്. ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63 ആണ്. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം. ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിനകം. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരൊറ്റ തവണ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു തവണ മാത്രം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശ കമ്മിറ്റിയുടെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശ കമ്മിറ്റിയുടെ തലവനായിരുന്നു ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ. വിവരാവകാശ നിയമം രൂപീകൃതമാകാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഘാതനാണ്. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 153. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153 ആണ്. ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യമായ നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന് ആവശ്യമായ നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ ആണ്. ഒന്നുകൂടി പറയാം, ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63 ആണ്. ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ അത് 24 മണിക്കൂറിനകം. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു തവണ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശ കമ്മിറ്റിയുടെ തലവൻ സർദാർ വല്ലഭായ് പട്ടേലാണ്.
വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ പ്രസ്ഥാനം മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ്. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 153 ഇന്ത്യ ഗവൺമെന്റ് ആവശ്യമായ നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. ഇന്ത്യൻ ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356 ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8ാം ഷെഡ്യൂളിലാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് 8ാമത്തെ ഷെഡ്യൂളിലാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിന്റെ പൂർണ്ണ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിന്റെ പൂർണ്ണ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ അത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ? 32 റിറ്റ്സ് എന്നറിയപ്പെടൂലേ, അതാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകളുടെ എണ്ണം 5. കുട്ടികളുടെ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1-ാം തീയതി. കുട്ടികളുടെ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഒന്നുകൂടി പറയാം. സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356 ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 8ാമത്തെ ഷെഡ്യൂളില്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിന്റെ പൂർണ്ണ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ അത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32. ഇതിനെ നമ്മൾ റിട്ട് എന്ന് പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകളുടെ എണ്ണം 5. കുട്ടികളുടെ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റിൽ. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് കൺകറന്റ് ലിസ്റ്റിലാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലെ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർദ്ദേശക തത്വങ്ങളിലാണ്. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയില് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2. ഇന്ത്യൻ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭരണഘടനാ ഭേദഗതി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭരണഘടനാ ഭേദഗതി. സാമൂഹ്യ നീതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 15. സാമൂഹ്യ നീതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 15. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ചോദിച്ചാൽ കൺകറന്റ് ലിസ്റ്റില്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങളില്. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ അത് 18 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം 2. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭരണഘടനാ ഭേദഗതി. സാമൂഹ്യ നീതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 18 പഠിക്കുക. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ചോദിച്ചാൽ അത് ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏക പൗരത്വമാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭാഗം 3-ലാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഭാഗം 3-ലാണ്. ഏതു പട്ടികയിലാണ് പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തന ചുമതലകൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 11-ാമത്തെ പട്ടികയിലാണ്. ഏത് പട്ടികയിലാണ് പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനവും ചുമതലകൾ എന്നിവയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ 11-ാം പട്ടികയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. പഠിച്ചോളെ, ഇന്ത്യയിൽ ആദ്യമായിട്ട്
രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. പഠിച്ചോളനെ സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മൗലിക അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ എത്ര മൗലിക അവകാശങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മൗലിക അവകാശങ്ങളുണ്ട്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തുമാറ്റിയ ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തുമാറ്റിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ 44ാം ഭരണഘടനാ ഭേദഗതി. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം, ഏക പൗരത്വം, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭാഗം 3ലാണ്. ഏത് പട്ടികയിലാണ് പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനവും ചുമതലകളും പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 11ാം പട്ടികയിൽ. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6ആണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും എടുത്തുമാറ്റിയ ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി പഠിക്കുക. നിയമസമത്വം ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 14. നിയമസമത്വം ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14ആണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 ആണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നും. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നും. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യയാണ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ പുതിയ പേരെന്താ സുഹൃത്തുക്കളെ? പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ് ആക്ട് എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നിയമസമത്വം ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14ആണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നും. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയ വസന്തകൃഷ്ണ വൈദ്യയാണ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ് ആക്ട് ആണ്. അസ്പർശത നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17ആണ്. അസ്പർശത നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഘടനാ ഭേദഗതി. നോട്ട് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. നോട്ട് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളമാണ്. അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 12 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 12 ആണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമാകാതെ എത്ര കാലം കേന്ദ്രമന്ത്രിയായി തുടരാം? 6 മാസം. ലോകസഭയിലും രാജ്യസഭയിലും അംഗമാകാതെ എത്ര കാലം ഒരു വ്യക്തിക്ക് കേന്ദ്രമന്ത്രിയായി തുടരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസം. ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്ന വർഷം 1946. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അസ്പൃശ്യതാ നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86. നോട്ട് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളമാണ്. അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 12 ആണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമാകാതെ എത്ര കാലം ഒരാൾക്ക് കേന്ദ്രമന്ത്രിയായി തുടരാമെന്ന് ചോദിച്ചാൽ 6 മാസം. ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്ന വർഷം 1946 ആണ്. മദ്യനിരോധന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം 47 ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്.
മദ്യനിരോധന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 47 സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. ഇന്ത്യൻ പ്രസിഡന്റായി മത്സരിക്കുവാനുള്ള കുറഞ്ഞ പ്രായം 35. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? 20. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? 20. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്. ഒരു വ്യക്തി അയാൾക്ക് അർഹതമില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്. രാജ്യസഭയിലോ ലോകസഭയിലോ കോറം തികയാൻ എത്ര പേർ ഹാജരാകണമെന്ന് ചോദിച്ചാൽ 10ൽ 1 പേര്. രാജ്യസഭയിലോ ലോകസഭയിലോ കോറം തികയാനായിട്ട് എത്ര പേർ ഹാജരാകണമെന്ന് ചോദിച്ചാൽ 10ൽ 1 പേരെ. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ്. പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നും. മാർഗനിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നും. രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. ലോകസഭയിലെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസം. ലോകസഭയിലെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസമാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഇന്ത്യയില് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ പങ്കുവഹിച്ച മലയാളി KPS മേനോനാണ്. ഭാരതത്തിലെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിന് പങ്കുവഹിച്ച മലയാളി KPS മേനോനാണ്. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളിൽ തന്നെ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ കടംകൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നും. രാജ്യസഭ അധ്യക്ഷനാരാന്ന് ചോദിച്ചാൽ അത് ഉപരാഷ്ട്രപതി. ലോകസഭയിലെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പും കെട്ടിപ്പടുക്കുന്നതിന് പങ്കുവഹിച്ച മലയാളി KPS മേനോൻ. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 37. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആണ്. പഠിച്ചോളുക. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആണ്. പാർലമെന്റിന്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് രാജ്യസഭ. പാർലമെന്റിന്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് രാജ്യസഭ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനായിട്ടുള്ള കുറഞ്ഞ പ്രായപരിധി 25 വയസ്സ്. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയുടെ. ലോകസഭ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡാണ് പാൻ കാർഡ്. ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡാണ് പാൻ കാർഡ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആണ്. പാർലമെന്റിന്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് രാജ്യസഭ. പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ എത്ര സുഹൃത്തുക്കളെ? 324 ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 368 മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന
ഉത്തരവിനെ റിട്ട് എന്നറിയപ്പെടുന്നു. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ട് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. റിപ്പബ്ലിക് എന്ന ആശയം ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നും. ഫ്രാൻസിൽ നിന്നുമാണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും. ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റും? പരിധിയില്ലാതെ പറ്റുന്നു. മറക്കല്ലേ, ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് പരിധിയില്ല. പഠിക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന സംവിധാനമാണ് ഇംപീച്ച്മെന്റ്. പാർലമെന്റ് എന്നാൽ ആരൊക്കെ ചേർന്നതാണെന്ന് ചോദിച്ചാൽ ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ് പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ്. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. പഠിക്കുക. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുവാനുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിലാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1961. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1961. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി മാസം 26-ാം തീയതി. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി മാസം 26-ാം തീയതി. മണി ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ മീരാ കുമാർ ആണ്. രാജ്യസഭയുടെ കാലാവധിയില്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. കൺഫ്യൂഷൻ ആവല്ലേ. രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ്. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ആര് ഒപ്പുവെക്കണം? രാഷ്ട്രപതി ഒപ്പുവെക്കണം. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40 ആണ്. ആർട്ടിക്കിൾ 40 ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ തലവൻ ഗവർണറാണ്. എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. ഗവർണറായി നിയമിക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാനാകുമോ? വഹിക്കുവാൻ കഴിയും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാജ്യസഭയുടെ കാലാവധിയില്ല രാജ്യസഭയ്ക്ക്. എന്നാൽ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ്. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അത് ആര് ഒപ്പുവെക്കണമെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40 ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ തലവൻ എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. ഗവർണറായി നിയമിക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വഹിക്കുവാൻ കഴിയും. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.